വീട്ടിൽ പോകും, അത് മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ. ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കാ കിട്ടുക? ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങള്. കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം വിഷജീവികളൊക്കെ ഇവിടേക്ക് വരുന്നത്. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ആകാൻ സാധിക്കുന്നത് മനസ്സിലില്ല. ഇവരൊക്കെ മനുഷ്യന്മാരാണോ? ഇവരൊക്കെ എന്ത് തരം ജീവികളാണെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇവനെ പോലുള്ളവരൊക്കെ, ഇത് ശരിക്കും ഇവൻ തന്നെയാണോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്? വേറെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളതാണോ? ആ ഒരു മാഷ് ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് മനുഷ്യന്മാരായിട്ടുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. ആ മാഷ് ഇങ്ങനെ കരയുന്നത് കണ്ട് ഒരിക്കലും ഒരു മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. അത്രയും സഹതാപവും വിഷമവും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു വീഡിയോ ആ മാഷ് കരയുന്നത് കണ്ടിട്ട് ആ വീഡിയോയുടെ അടിയിൽ വരെ ഇവ ഇങ്ങനത്തെ ചിരിക്കുന്ന ഒരു ഇത് വിട്ടിട്ട്, അതായത് വെറുതെ ആർത്തുല്ലസിച്ച് ചിരിക്കാന്നേ. എന്ത് വക ആളാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇവന് വല്ല മാനസിക അസുഖം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പറഞ്ഞതുപോലെ ഇവന് വേറെ വല്ലവരും എഡിറ്റ് ചെയ്തിട്ട്, ഇവനോട് ദേഷ്യമുള്ള വേറെ വല്ലവരും എഡിറ്റ് ചെയ്തിട്ട് ഇനി അപ്ലോഡ് ചെയ്താണോ ഒന്നും നമുക്ക് അറിയാത്ത അവസ്ഥയാണ്. എന്തായാലും പോലീസ് ഇതിനെതിരെ കേസ് എടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇത് ഇവനെ മനുഷ്യൻ എന്നല്ല, മൃഗം, വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കണം. മനുഷ്യനൊന്നും ഒരിക്കലും മനുഷ്യന്മാരെ ഗണത്തിൽ ഇവനൊന്നും പിടിച്ച് ഇടാൻ സാധിക്കില്ല. അതായത് മനുഷ്യന്മാരെ ഗണത്തിൽ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരിക്കലും ഇവന് ചേർക്കാൻ സമ്മതിക്കില്ല. ഇവന്റെ വീട്ടുകാർക്കാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നിരുന്നത്, ഇവ ഇങ്ങനെ ചിരിക്കോ? ഇവനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ഇങ്ങനെ ഇരുന്ന് ചിരിക്കോ? എന്ത് വക ആൾക്കാരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു ദുരന്തത്തിൽ എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ, എല്ലാവരും ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുത്തൻ ഇങ്ങനെ 3 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി. എന്നാലും സൈബർ സെല്ല് ഇതിനെതിരെ ഇടപെടും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. യൂട്യൂബിൽ ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തംബ്നെയിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്, ഇവനെ പോലീസ് പൊക്കി എന്നുള്ള രീതിയിലുള്ള. അതെൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് അധപതിക്കാൻ പാടും? എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത്. ഞാൻ ആദ്യം ചിന്തിച്ചു പോയത് ഇനി ഇവനായിരിക്കില്ല, ഇവനോട് ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും ഈ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. ഇവനാണ് ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ, ഇവൻ ഇതിൽ നിരപരാധിയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ ചെയ്തവനെ പൊക്കുക തന്നെ വേണം. പക്ഷേ ഇവനാണ് ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് അവൻ എന്തായാലും ഇതിനെ അനുഭവിക്കുക തന്നെ വേണം. അവൻ്റെ വീട്ടുകാർക്കാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന റിനോയുടെ വീട്ടുകാർക്കാണോ ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇവ ഇങ്ങനെ ചിരിക്കുമോ? എനിക്കറിയില്ല ഇത് എന്ത് തരം ആളാണ്, എങ്ങനത്തെ ആളാണ്, ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ ചിരിച്ച് വീഡിയോ ഇടാൻ മാത്രം. സോഷ്യൽ മീഡിയ നേരത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ കണ്ടത് ഇവന് സൈബർ സെല്ലിലേക്ക് ഇവൻ്റെ നമ്പറൊക്കെ കൊടുക്കുന്ന പോലെയുള്ള ഒരു വീഡിയോ ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും സൈബർ സെല്ലിൽ ഇതിനെതിരെ കേസ് എടുത്ത് ഇവനെ എന്തായാലും പൊക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ചിരിച്ചത് അവൻ കരയുന്ന പോലെ ഒരു വീഡിയോ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുവിധം എല്ലാവരും ആഗ്രഹവും അത് തന്നെയായിരിക്കും. ഇത് ഇങ്ങനെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല, ഇങ്ങനെ ഒരാൾക്കും ചിന്തിക്കാൻ സാധിക്കില്ല, മനുഷ്യരായ ഒരാൾക്കും ചിന്തിക്കാൻ സാധിക്കില്ല. ഇവരൊന്നും മനുഷ്യരെ ഒപ്പം നിർത്താൻ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഒപ്പം കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ആളുകളല്ല ഇവരൊന്നും. ഇവർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ പറയുക, സഹായിക്കണ്ട ഇവരെ, ഈ ദുരന്തത്തിൽപ്പെട്ടവർ സഹായിക്കണ്ട. പക്ഷെ ഇങ്ങനെ ദ്രോഹിക്കണം. ഇത്രയും ജനങ്ങൾ, ഇതൊക്കെ കണ്ടു വിഷമിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു കോപ്രായം കാണിച്ച് വേറെ എങ്ങനെയാണ് ഇവർക്കൊക്കെ മനസ്സ് വരുന്നത്? അർജുനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതേ ചാനലിൽ തന്നെ അർജുനെ കുറിച്ചൊരു വീഡിയോ വന്നിട്ട്. ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ആ ചാനൽ യൂട്യൂബിൽ തപ്പുമ്പോൾ കാണാനില്ല. ഞാൻ കുറേ തപ്പി, ചാനൽ കാണാനില്ല. ആ ചാനലിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ഡിലീറ്റ് ചെയ്ത് പേടിച്ച് പോയിട്ടുണ്ടാവാനാണ് സാധ്യത. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. എന്താണ് കാര്യമെന്ന് നമുക്ക് അറിഞ്ഞിട്ട് ഇതിനെതിരെ പ്രതികരിച്ചിട്ട് കാര്യമുള്ളൂ. ഞാനും പറയുന്നത് അത് തന്നെയാണ്. ഇത് ഇവനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്തായാലും ഇവന് ശിക്ഷ കിട്ടിയേ തീരുള്ളൂ. ഇതുപോലെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് അധപതിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ആളുകളെ വിമർശിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ ഒരു ദുരന്തം ഉണ്ടായിട്ട് അവിടെ
എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഇങ്ങനെ കളിയാക്കാൻ അല്ലെങ്കിൽ അത് കണ്ട് ചിരിക്കാൻ ഇവനെ എങ്ങനെ മനസ്സ് വന്നു? ഇവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവൻ്റെ നാട്ടിലോ ഉള്ള ആളുകൾക്ക്, നാട്ടിൽ നിന്ന് ഞാൻ പറയുന്നില്ല, വീട്ടിലുള്ള ആളുകളോടെങ്കിലും സ്നേഹം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അതും പറയാൻ പറ്റില്ല, ഇപ്പം മനുഷ്യനാവില്ല. അതുകൊണ്ട് വീട്ടുകാരോട് ഒരുപക്ഷെ സ്നേഹം ഉണ്ടാവില്ല. എങ്കിലും പറയാം, അങ്ങനെയുള്ളവരല്ലോ എല്ലാവർക്കൊക്കെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതുപോലെയാണോ പെരുമാറുക?